ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയുടെ 73-ാം ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന 5 ദിവസം നീണ്ടുനിൽക്കുന്ന പദയാത്രയ്ക്ക് ഭക്തിനിർഭരമായ തുടക്കമായി. കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാനയോടെയാണ് പദയാത്രയ്ക്ക് തുടക്കമായത്. പരിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ ആരവങ്ങളിൽ നിന്നൊഴിഞ്ഞ് ദൈവത്തിന്റെ സ്വരം കേൾക്കാനായി വനാന്തരങ്ങളെ ആശ്രയിച്ച ധന്യപിതാവായിരുന്നു മാർ ഇവാനിയോസ് എന്നും ദൈവത്തോട് മാത്രം സംസാരിക്കാൻ ആഗ്രഹിച്ചതിനാലാണ് സമൂഹം നൽകിയിരുന്ന സകല ഉന്നതികളും അദ്ദേഹം തഴഞ്ഞതെന്നും കാതോലിക്ക ബാവ അനുസ്മരിച്ചു. ദൈവവിളിയോടുള്ള പൂർണ്ണ സമർപ്പണത്തിന്റെയും പ്രാർത്ഥനാ ജീവിതത്തിന്റെയും മാതൃകയാണ് ധന്യന്മാർ ഇവാനിയോസ് എന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. പദയാത്രയുടെ ഉദ്ഘാടനത്തിന് സാമുവൽ മാർ ഐറേനിയോസ്, മാത്യൂസ് മാർ പോളികാർപ്പസ്, തോമസ് മാർ അന്തോണിയോസ്, ആന്റണി മാർ സിൽവാനിയോസ്, യുഹന്നാൻ മാർ ക്രിസോസ്റ്റോം, യുഹന്നാൻ മാർ അലക്സിയോസ് എന്നീ അഭിവന്യ മെത്രാപ്പൊലീത്തമാർ സംബന്ധിച്ച് പദയാത്രികരെ അനുഗ്രഹിച്ചു. ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയുടെ കബറിടത്തിലേക്ക് വിവിധ രൂപതകളിൽ നിന്നുള്ള യുവജനങ്ങൾ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ എന്നിവർ പങ്കാളികളാകുന്ന 5 ദിവസത്തെ പദയാത്രയ്ക്ക് മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനമാണ് നേതൃത്വം നൽകുന്നത്. ആത്മീയ നവീകരണത്തിന്റെയും പ്രാർത്ഥനയുടെയും ഐക്യത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പദയാത്ര പുരോഗമിക്കുന്നത്. 2ാം ദിന പദയാത്ര രാവിലെ പുത്തൻപീടിക മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ കുർബാനയോടെ ആരംഭിച്ചു. ഡൽഹി ഗുഡ്ഗാവ് രൂപതാധ്യക്ഷൻ തോമസ് മാർ അന്തോണിയോസ് പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നൂറുകണക്കിന് തീർത്ഥാടകർ പ്രാർത്ഥനാ ഗാനങ്ങളുടെയും ജപമാലയുടെയും അകമ്പടിയോടെ പദയാത്ര തുടർന്നു. ഓമല്ലൂർ, കൈപ്പട്ടൂർ, ചന്ദനപ്പള്ളി, ആനന്ദപ്പള്ളി, അടൂർ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര പുതുശ്ശേരി ഭാഗത്ത് എത്തി വിശ്രമിക്കും. തിരുവല്ല അതിരൂപത അധ്യക്ഷൻ തോമസ് മാർ കുറിയിലോസും മേജർ അതിരൂപത സഹായമിത്ര യുഹന്നാൻ മാർ അലക്സിയോസ് എന്നിവർ തീർത്ഥാടകരോടൊപ്പം പദയാത്രയിൽ പങ്കുചേരുന്നു. MCYM മേജർ അതിഭദ്രാസന അധ്യക്ഷൻ ജോജി ക്ലമന്റ്, സഭാതല സെക്രട്ടറി സിജോ സി ജോസഫ്, പത്തനംതിട്ട രൂപത പ്രസിഡന്റ് സാം കോശി എന്നിവർ നേതൃത്വം നൽകുന്നു. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ മധ്യസ്ഥം തേടിയും ആത്മീയ നവീകരണം ലക്ഷ്യമിട്ടുമുള്ള ഈ തീർത്ഥാടനത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ വലിയ ആവേശത്തോടെയാണ് പങ്കെടുക്കുന്നത്. ജോസ് ഡെസ്ക് ഷിക്കാന ന്യൂസ്.